ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അമാൽഗമേഷൻ്റെ ഇലിസ്ട്രേഷൻ 1 ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ബി ലിമിറ്റഡിനെ എന്ത് ചെയ്തു? ടേക്ക് ഓവർ ചെയ്തു. സോ ഇവിടെ ബി ലിമിറ്റഡ് എന്ന കമ്പനി ലിക്വിഡേറ്റ് ആവുകയും എ ലിമിറ്റഡ് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തു. ഹിയർ 1 ലിക്വിഡേഷൻ ആൻഡ് 1 ഇൻകോർപ്പറേഷൻ ഉണ്ടോ? ഇല്ല. എക്സിസ്റ്റിങ്ങിലുള്ള എ ലിമിറ്റഡ് എന്ന കമ്പനി തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ബട്ട് അവിടെ ലിക്വിഡേറ്റ് ആണ് ആര് മാത്രമാണ്? ബി ലിമിറ്റഡ് ആണ് അവിടെ ലിക്വിഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം നമ്മൾ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഡിസിഷൻ ആരാണ് എടുക്കേണ്ടത്? ഇവിടുത്തെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സുമാണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഇവിടെ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഡിസിഷൻ എടുക്കേണ്ടത് ആര് മാത്രമാണ്? ബി ലിമിറ്റഡിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. ഓണേഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. ഓക്കെ, ദെൻ അങ്ങനെ ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ഓക്കെ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് പർച്ചേസ് ചെയ്യുകയും ഈ പർച്ചേസ് ആരാണ് പർച്ചേസ് ചെയ്യണേ? എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്യുന്നു. സോ ഈ പർച്ചേസ് ഇവിടെ വേണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ ഓണേഴ്സ് ആയിരിക്കും. സോ എ ലിമിറ്റഡ് എന്ന കമ്പനി ഈ ബി ലിമിറ്റഡിൻ്റെ കമ്പനി ബാലൻസ് ഷീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എ ലിമിറ്റഡ് പർച്ചേസ് കൺസിഡറേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? ഇവിടുത്തെ ഓണേഴ്സിനാണ് കൊടുക്കേണ്ടത്. സോ പർച്ചേസ് കൺസിഡറേഷൻ എന്ത് കിട്ടിയാലും ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ടു ഡിബഞ്ചേഴ്സ് വരുമോ? ഇല്ല, ഡിബഞ്ചേഴ്സ് ഒരിക്കലും വരില്ല. ഓക്കെ, ടു ഡിബഞ്ചേഴ്സ് വരില്ല. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു കമ്പനി എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ വാങ്ങി, ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിനെ പർച്ചേസ് ചെയ്തോ? സോ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ ആർക്ക് മാത്രം പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്താൽ മതി? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും. ഡിബഞ്ചേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇത് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആകാൻ വേണ്ടിയാണ്. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഓണേഴ്സ് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. സോ ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പർച്ചേസ് ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാവുള്ളൂ. ബട്ട് ആ പർച്ചേസ് കൺസിഡറേഷൻ ബൈ ദ വേ ഓഫ് എനിത്തിങ് എങ്ങനെ കൊടുക്കാം? ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൊടുക്കാം, പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൊടുക്കാം, ഡിബഞ്ചേഴ്സ് കൊടുക്കാം, കാർ കൊടുക്കാം, ഫർണിച്ചർ, വാട്ട് എവർ ഫോം, എനി അതർ കൺസിഡറേഷൻ നമുക്ക് ആർക്ക് കൊടുക്കാം? ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ടു പ്രിഫറൻസ് ഷെയർ. ആർക്കാണ് കൊടുക്കുന്നതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് എന്ത് കൊടുത്താലും ഓക്കെ, ബട്ട് കൊടുക്കുന്നത് ആർക്ക് മാത്രമായിരിക്കണം? അവിടുത്തെ ഓണേഴ്സായി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും മാത്രമായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? സോ സോ നമുക്ക് ക്വസ്റ്റ്യൻ റെഡി ആയിന്. A Limited take over B Limited, okay, on April 1st, 2011 and discharged consideration for the business as follows. So A Limited എന്ന് പറഞ്ഞൊരു കമ്പനി ബി ലിമിറ്റഡിന് എന്ത് ചെയ്ത്? പർച്ചേസ് ചെയ്ത്. ബി ലിമിറ്റഡിനല്ല പർച്ചേസ് ചെയ്ത്, ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിനാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഡിസ്ചാർജ് കൺസിഡറേഷൻ ഈ രീതിയിലാണ് അവർ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്. നമുക്ക് റീഡ് ചെയ്യാം. ഫസ്റ്റ് 1 issued 42,000 fully paid up equity shares or ₹10 each at par to the equity shareholders. ആർക്കാണ് അവിടെ കൊടുക്കുന്നത്? ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. സോ ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് കൊടുക്കാവോ പർച്ചേസ് കൺസിഡറേഷൻ? ബി ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് കൊടുക്കാവോ പർച്ചേസ് കൺസിഡറേഷൻ? യെസ്, നമുക്ക് ബി ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാം. എത്ര വെച്ചാണ് ഇവിടെ കൊടുക്കുന്നത്? എന്താണ് ഇവിടെ കൊടുക്കുന്നത്?
കൊടുക്കുന്നത് ബി ലിമിറ്റഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? 42,000 ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ് ഓർ ₹10 ഈച്ച് അറ്റ് പാർ. ഓക്കെ, 42,000 ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ്. എത്രയാണ് അതിൻ്റെ ഫേസ് വാല്യൂ? അറ്റ് പാറിലാണ് കൊടുക്കുന്നത്. സോ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4,20,000 വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അത് അലൗഡ് ആണ്? യെസ്, ഇറ്റ് ഈസ് അലൗഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് റീഡ് ചെയ്യാം. Issued fully paid up 15% preference shares or ₹100 each to discharge the preference shareholders ₹1,70,000 of B Limited at a premium of 10%. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് നോക്കണം? ബി ലിമിറ്റഡിൻ്റെ ബി ലിമിറ്റഡിൻ്റെ ആർക്കാണ് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. സോ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുന്നത് അലൗഡ് ആണോ? യെസ്, ഇറ്റ് ഈസ് അലൗഡ്. ആർക്ക് മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ, ബിക്കോസ് ദേ ആർ ദി ഓണേഴ്സ് ഓഫ് ദി ബി ലിമിറ്റഡ്. ഓക്കെ, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അവിടെ? ഫുള്ളി പെയ്ഡ് 50% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് എന്ന് വെച്ചാൽ 15% പ്രിഫറൻസ് ഷെയർസ് ഉള്ള അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100 ആണ്. ടു ഡിസ്ചാർജ് ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,70,000. അവിടുത്തെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 1,70,000 ആണ് വാല്യൂ. അത് കൊടുക്കുന്നത് അറ്റ് എ പ്രീമിയം ഓഫ് 10%. പ്രീമിയം 10% പ്രീമിയത്തിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഫേസ് വാല്യൂ അല്ല, സോറി, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,70,000. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്താണ്? 1,70,000 ബി ലിമിറ്റഡിൽ വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ 10% പ്രീമിയത്തിനും കൂടിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ 1,70,000 പ്ലസ് 10% എത്ര വരും? 1,87,000 കൊടുത്താണ് ബി ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ എന്ത് ചെയ്യണത്? റിഡീം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണത്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് ദ ഡിബഞ്ചേഴ്സ് ഓഫ് ബി ലിമിറ്റഡ്. ആർക്കാണ്? ഡിബഞ്ചേഴ്സ് ഓഫ് ബി ലിമിറ്റഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വൽ നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് 30% ഓഫ് എ ലിമിറ്റഡ്. ഇവിടെ പറയുന്നത് എന്താണ്? ബി ലിമിറ്റഡ് ഉണ്ട്. ബി ലിമിറ്റഡ് ആർക്കാണ് കൊടുക്കുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ അലൗഡ് ആണോ? നോട്ട് അലൗഡ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അലൗഡ് അല്ല. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അവിടുത്തെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള, ബിക്കോസ് ദേ ആർ നോട്ട് ദി ഓണേഴ്സ് ഓഫ് ദി ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡ് ഓണർ അല്ല. ബി ലിമിറ്റഡ് ഓണർ എന്ന് പറയുന്നത് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ, അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ബട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും, അവർക്ക് ഡിബഞ്ചർ കൊടുക്കാം, ക്യാഷ് കൊടുക്കാം, ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ബട്ട് കൊടുക്കുന്നത് ആർക്കായിരിക്കണം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിബഞ്ചേഴ്സ് ആയിരിക്കണം. ബട്ട് ഇവിടെ കൊടുക്കുന്നത് ആരാണ്? ബി ലിമിറ്റഡ് ഡിബഞ്ചേഴ്സിനാണ് കൊടുക്കുന്നത്. സോ അത് അലൗഡ് അല്ല. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്നത് ബി ലിമിറ്റഡ് ഇക്വിറ്റിക്കുമാണ്, പ്രിഫറൻസ് ഷെയർസിനാണ്. സോ എങ്ങനെയാണ് ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം എക്സാമിന്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ പാര എഴുതണം. ഈ പാര എഴുതുന്നതിന് മാർക്കുണ്ട്. ആസ് പെർ പാര 3G, സോറി, ഓക്കെ, as per para 3G of AS14 defines the term purchase consideration as the aggregate of the shares and other securities issued and the payment made in the form of cash or other assets by the transferring company to the shareholders of the transfer company. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കാനാണ്. Determine the amount of purchase consideration. ഓക്കെ, സോ ഈ പാര നമ്മളവിടെ എഴുതണം. എന്നുവെച്ചാൽ പർച്ചേസ് AS13 പാര 3G പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അഗ്രഗേറ്റ് ഓഫ് ദി ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് എന്ന് വെച്ചാൽ അഗ്രഗേറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസും സെക്യൂരിറ്റീസിൻ്റെ അഗ്രഗേറ്റും ആൻഡ് ദി പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ആയിട്ട് കൊടുക്കാം, വേറെ അസറ്റായിട്ട് കൊടുക്കാം. ആർക്ക്? ബൈ ദി ട്രാൻസ്ഫർ കമ്പനി ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി. ഈ ഡെഫിനേഷൻ നമ്മൾ ടെക്സ്റ്റിലുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് ഈ ഡെഫിനേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ് കൺസിഡറേഷനിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ പാര, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പാര കമ്പൽസറി ആയിട്ട് എക്സാമിന് എഴുതിയിരിക്കണം. ഈ പാരയ്ക്ക് മാർക്ക് അലോട്ടഡ് ആണ്.
ഓക്കെ. സോ ഇനി നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ നോക്കാം. നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് 42,000 ഇക്വിറ്റി ഷെയർസോ 42,000 ഇൻറ്റു 10 4,20,000. ദെൻ പ്രിഫറൻസ് ഷെയർ ആകെ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് 4,20,000, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 1,70,000 വാല്യൂ. ബി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ 1,70,000 വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 10% പ്രീമിയത്തിലാണ് എ ലിമിറ്റഡ് റിഡീം ചെയ്യുന്നത്. സോ 1,70,000 പ്ലസ് 10% 1,80,000. So 15% preference share is equal to 1,80,000. Okay. Rupees ഇട്ട ബെറ്റർ ആയിരിക്കും, റുപ്പീസ്. Then so total purchase consideration 4,20,000 plus 1,87,000, that is 6,07,000. Then ഇവിടെ നമ്മൾ ഡിബഞ്ചേഴ്സിനും ബി ലിമിറ്റഡ് ഡിബഞ്ചേഴ്സിനും നമ്മൾ ഇക്വലൻ്റ് ആയിട്ട് ഒരു നമ്പേഴ്സ് ഇക്വലൻ്റ് ആയിട്ട് ഷെയർസ് കൊടുക്കുന്നുണ്ട്, ബട്ട് അത് ഇക്വലൻ്റ് ആയിട്ട് ഡിബഞ്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബിക്കോസ് ദേ ആർ നോട്ട് ദി ഓണേഴ്സ് ഓഫ് ദി ബി ലിമിറ്റഡ്. സോ ആ നോട്ടും കൂടെ നമുക്കിവിടെ എഴുതണം. നോട്ട് പേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ. ഈ നമ്മൾ മോസ്റ്റ്ലി എക്സാമിന് എന്തുമാത്രം എഴുതത്തുള്ളൂ, ഈ പർച്ചേസ് കൺസിഡറേഷൻ മാത്രം എക്സാമിന് എഴുതി വയ്ക്കും. അങ്ങനെ എക്സാമിന് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. സോ നമ്മൾ കമ്പൽസറി ആയിട്ട് എന്തും കൂടി എഴുതണം, ഈ പാര 3G AS14 എഴുതണം, ഡിബഞ്ചേഴ്സ് നോട്ട് ഫോം പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആ നോട്ടും എഴുതണം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, താങ്ക് യു.